ഇനി നമുക്ക് ആടലോടകം എന്നൊരു ഔഷധ സസ്യം പരിചയപ്പെടാം. ഇത് ചെറിയ ആടലോടകത്തിലെയും വലിയ ആടലോടകത്തിലെയും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിൽ ചെറിയ ആടലോടകത്തിന്റെ ഇലയാണ് കൂടുതൽ പ്രയോജനപ്രദം. ആടലോടകത്തിന്റെ വേരും ഇലയും ഒക്കെ ഔഷധയോഗ്യമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരൊക്കെ സ്വരസം എടുക്കാനും ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചരക സംഹിതയിൽ കാസക്ന ഔഷധങ്ങളുടെ ഗണത്തിലാണ് ആടലോടകത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, രണ്ട് വെറൈറ്റി. ആടാതോട വാസിക്കയുണ്ട്, ആടാതോട ബെഡോമിയുണ്ട്. ആടാതോട ബെഡോമിയാണ് ചെറിയ ഇലകള്, ആടാതോട വാസിക്ക എന്ന് പറയുന്നത് വലിയ ഇലകളാണ്. അപ്പൊ ചെറിയ ആടലോടകത്തിനാണ് കൂടുതൽ ഫലം ഉള്ളതായിട്ട് പറയപ്പെട്ടിട്ടുള്ളത്. ഫാമിലി നെയിം അക്കാന്തേസേ ഫാമിലിയാണ്. ഇതിന്റെ തമിഴിലുള്ള പേര് ആടാതോട തന്നെയാണ്. അതുപോലെ സംസ്കൃതത്തിൽ വാസ, വാശക, വാശ എന്നൊക്കെ വിളിക്കപ്പെടുന്നു. മലയാളത്തിൽ ആടലോടകം. ഇത് ഇന്ത്യയിൽ സുലഭമായിട്ട് ധാരാളമായിട്ട് കണ്ടുവരുന്ന സംഗതിയാണ്. നമ്മൾ കേരളത്തിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഈ മതിലുകളും ഒക്കെ സ്നേഹമതിലും ഒക്കെ വരുന്നതിന് മുൻപ് ഈ വേലികളിൽ ഇത് കുത്തി പിടിപ്പിക്കുകയായിരുന്നു. കാരണം ഇതൊക്കെ ഓരോ വീടുകളിലും ഒറ്റമൂലി പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ചുമയും കഫക്കെട്ടും കുട്ടികൾക്കുണ്ടാകുന്ന കുറുങ്കല്, ആസ്മ, ഇത്തരം ബുദ്ധിമുട്ടുകളിലൊക്കെ ഒറ്റമൂലി പ്രയോഗത്തിനായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നു. അതിർത്തി തിരിക്കുന്നതിനായിട്ട് വേലിക്കരികിലൊക്കെ ഇങ്ങനെ ഒരു കുറ്റിച്ചെടി പോലെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇനി ആടലോടകത്തിന്റെ രസഗുണ വീര്യവിഭവങ്ങൾ ആയുർവേദിക് പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം. തിക്ത കഷായ രസത്തോട് കൂടിയതാണ്. അതുപോലെ ഗുണം ലഘുരൂക്ഷ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശീതവീര്യമാണ്, കടുവിഭാഗമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടി. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഔഷധ ഗുണങ്ങൾ, അതായത് ഇത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടുന്നതിന് സഹായകരമാവുന്നു എന്ന് പറയുന്നു. ഇന്ന് പലതരം പകർച്ചവ്യാധികൾ, രോഗാവസ്ഥകളിൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുവഴി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. സാധാരണ പല രോഗാവസ്ഥകളും കണ്ടുവരുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിന്റെ സ്വരസം ഒറ്റമൂലിയായിട്ട് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടുന്നതിനായിട്ട് സഹായകരമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇലയുടെ സ്വരസത്തിൽ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് അത് സേവിക്കാവുന്നതാണ്. ഓക്കെ, അതൊരു സംഗതി. അടുത്തതായിട്ട് ആടലോടകത്തിന്റെ മറ്റൊരു ഗുണമാണ് നമുക്ക് ലങ്സിന്റെ, ശ്വാസകോശത്തിന്റെ സങ്കോച വികാസ പ്രവർത്തനത്തിന്റെ ക്ഷമത കൂട്ടുന്നതിന് സഹായകരമാകുന്നു. അപ്പൊ അതുവഴി നമുക്ക് ശ്വാസോച്ഛ്വാസം കൃത്യമായിട്ട് നടക്കുന്നു. ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥകളിലൊക്കെ വളരെ ഫലപ്രദമാണ്. അതുകൊണ്ടാണ് ആസ്മ പോലുള്ള രോഗാവസ്ഥകളിൽ തമകശ്വാസം, ആസ്മ എന്ന് വിളിക്കുന്ന അലർജിക് ആസ്മ, ഇത്തരം കണ്ടീഷൻസിലൊക്കെ കൊടുത്തു വരുന്ന ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ആടലോടകത്തിന്റെ വേരും ആടലോടകത്തിലെ സ്വരസമൊക്കെ ഉപയോഗിച്ച് വരാറുള്ളത് അതുകൊണ്ടാണ്. ഇനി അത് മാത്രമല്ല, ചുമ വരിക, ചുമ കഫക്കെട്ട് അമിതമായിട്ടുള്ള ചുമ വരിക, അതുപോലെ കഫം വർദ്ധിച്ചിട്ട് ഛർദി മോക്കാനൊക്കെ ഉണ്ടാവുക, ഇത്തരം അവസ്ഥയിൽ, അതുപോലെ രക്തപിത്തം, മൂക്കിക്കൂടെയും വായിക്കൂടെയൊക്കെ രക്തം വരുന്ന അവസ്ഥയുണ്ട്. ചുമച്ച് വെയിൻസ് ഒക്കെ പൊട്ടിയിട്ട് രക്തം വരുന്ന ഒരു അവസ്ഥയുണ്ട്, മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ. അത്തരം അവസ്ഥയിൽ രക്തസ്തംഭന സ്വഭാവം കൂടെ ഇതിനുള്ളതായിട്ട് പറയുന്നത്. അതുകൊണ്ട് രക്തപിത്ത രോഗത്തിലും ചികിത്സയിൽ ആടലോടകം കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിപ്പോൾ കഷായം വെക്കാനായിട്ട് ആടലോടകത്തിന്റെ വേര് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആടലോടകത്തിന്റെ സ്വരസം എടുക്കാറുണ്ട്, ഇലയുടെ സ്വരസം ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ രക്തപിത്തത്തിന്, രക്തസ്തംഭന സ്വഭാവമുണ്ട്. ഇതുപോലെ കഫത്തിനെ ക്ഷയിപ്പിക്കുന്നു. കഫം അമിതമായിട്ട് വർദ്ധിച്ചുണ്ടാകുന്ന ആസ്മ, തമകശ്വാസം, ഛർദി, ഓക്കാനം, ചുമ, കഫക്കെട്ട്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശമിപ്പിക്കുന്നതിന് സഹായകരമായ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ആടലോടകം ഉപയോഗിച്ചു വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഇതിന്റെ യൂസ്ഫുൾ പാർട്ട് ഇലയും വേരും തന്നെയാണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊരു ഡോക്ടറെ കാണുന്നവരെ തൽക്കാലത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ്, അതായത് മൂക്കിലൂടെയോ വായിലൂടെയോ രക്തം പ്രവഹിക്കുന്ന അവസ്ഥ, രക്തപിത്തം എന്നാണ് ആയുർവേദത്തിൽ ഇതിന് പറയാം. ഇത്തരം അവസ്ഥയിൽ ആ ബ്ലീഡിംഗ് അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സഹായകരമാവും ഒരു ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 15 മില്ലി ആടലോടകം, ചെറിയ ആടലോടകത്തിൽ ഇടിച്ചു പിഴിഞ്ഞ് നീര് ഒരു 15 മില്ലി എടുക്കുക. അതിലേക്ക് സമം അളവ് തേനും കൂടെ ചേർക്കുക. ഓക്കെ, ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ, പ്രമേഹമുള്ളവരാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒക്കെ തേന് മതിയാവും. അത് ചേർത്ത് നന്നായി ചാലിച്ചിട്ട് 3 നേരവും ഭക്ഷണശേഷം അങ്ങോട്ട് കഴിക്കാമെങ്കിൽ, ഈ വായിലൂടെയും മൂക്കിലൂടെയൊക്കെ രക്തം വരുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ, തുടർച്ചയായിട്ടൊന്ന് ചുമച്ചു കഴിഞ്ഞാൽ രക്തം വരും, അതല്ലെങ്കിൽ ഒന്ന് തുമ്മിയാലോ ചീറ്റിയാലോ പെട്ടെന്ന് മൂക്കിലൂടെ രക്തം വരുന്ന പ്രകൃതിക്കാരുണ്ട്, പ്രത്യേകിച്ച് പ്രകൃതിക്കാരായിരിക്കും. അവർക്ക് ഈ ആടലോടകത്തിലയുടെ സ്വരസം തേനും ചേർത്ത് ദിവസേന 3 നേരം ഭക്ഷണശേഷം പതിവായിട്ട് കഴിക്കുന്നത് അതിന് ശമനം കിട്ടുന്നതിന് സഹായിക്കും. പൂർണ്ണമായിട്ട് വിട്ടുമാറിക്കൊള്ളുന്നില്ല. അതിനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ തന്നെ ആടലോടകം സമൂലം എന്ന് പറഞ്ഞാൽ അതിന്റെ വേരും തണ്ടും ഇലയും പൂവും എല്ലാം ചേർത്ത് പറിച്ചെടുത്തിട്ട് കഴുകി കൊത്തിനുറുക്കി ചതച്ച് കഷായം വെക്കുക. കഷായം വെക്കാനായിട്ട് ഇതൊരു 60 ഗ്രാം ഒരു 1200 മില്ലി വെള്ളത്തിൽ തിളപ്പിക്കുക, 4 വറ്റിക്കുക, അതായത് ഒരു 10-300 മില്ലി ആയിട്ട് വറ്റിക്കുക. അത് പിഴിഞ്ഞരിച്ച് ചണ്ടി മാറ്റിയിട്ട് വീണ്ടും കുറുക്കി വറ്റിച്ച് അതിന്റെ പകുതി അളവിൽ വറ്റിക്കുക. എന്നിട്ട് അതൊരു പകുതി വീതം കാലത്തും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാമെങ്കിൽ രക്താതിസാരം, അതായത് മലദ്വാരത്തിൽ കൂടെ രക്തം പ്രവഹിക്കുക, എക്സസീവ് ബ്ലീഡിങ്, ഇത്തരം അവസ്ഥയിൽ പ്രവാഹിക അധികമായിട്ടുള്ള അതിസാരം ഉണ്ടല്ലോ, ഡിസെൻട്രി, ഇത്തരം അവസ്ഥയിലൊക്കെ, അതുപോലെ മലത്തിലൂടെ കഫം പോകുന്ന അവസ്ഥ, അതൊക്കെ നിയന്ത്രിക്കുന്നതിന് ഇത് പ്രയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് ബ്ലീഡിംഗ് പൈൽസ്, ടാർസിസ് ഉള്ള രോഗികൾക്ക് ഒക്കെ ഇത് ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇതുകൊണ്ട് ശാശ്വത പരിഹാരം കിട്ടുന്നല്ലോ ഉദ്ദേശിച്ച് താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിന് സഹായകരമാവും. അതുപോലെ ഈ ചുമ അധികരിച്ചിട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചുമ, അതുപോലെ അത് TB പോലത്തെ അവസ്ഥ, രാജേക്ഷമ എന്നൊക്കെയാണ് ആയുർവേദത്തിൽ വിളിക്കുക, ഇത്തരം അവസ്ഥ, അതുപോലെ പഴകിയ കഫം കെട്ടിക്കിടന്ന് അമിതമായിട്ടുള്ള സ്മോക്കേഴ്സിനൊക്കെ ഉണ്ടാകുന്ന ചുമച്ച് മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലും ഒക്കെ കഫം തുപ്പുക, അതുപോലെ ശരീരം ഇങ്ങനെ മെലിഞ്ഞു വരിക, ഇത്തരം അവസ്ഥയുണ്ട്. അവിടെയാണ് നമ്മൾ വാശാഘൃതമൊക്കെ, അതായത് ആടലോടകം സമൂലം, പ്രത്യേകിച്ച് ആടലോടകത്തിന്റെ വേരാണ് ഉപയോഗിക്കുക. അത് പറിച്ചെടുത്ത് കഷായം വെച്ചിട്ട് അതിൽ നെയ്യും കൂടെ ചേർത്ത് കാച്ചിയെടുത്ത് അരിച്ചെടുക്കുന്ന വാശാഘൃതം. ഓക്കെ, അത് ഇതുപോലെ പഴകിയ കഫക്കെട്ടോട് കൂടിയിട്ടുള്ള ചുമ ശമിക്കുന്നതിന്, നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകരമാവും. നേരത്തെ പറഞ്ഞ പോലെ ഈ രക്തപിത്തം, അതല്ലെങ്കിൽ രക്തക്ഷീവനം എന്നാണ് പറയുക, അതായത് രക്തം തുപ്പുക, രാവിലെ തന്നെ ചുമച്ച് തുപ്പുമ്പോൾ കഫത്തിന്റെ കൂടെ ബ്ലഡ് ഒക്കെ കാണുന്ന അവസ്ഥയുണ്ട്, രക്തക്ഷീവനം എന്ന് പറയും ആയുർവേദത്തിൽ. അതുപോലെ രക്തപിത്തം, ഹെമറ്റമെസിസ്
എന്ന് പറയുന്നത് ബ്ലീഡിങ്ങും നോസിലൂടെ വായിലൂടെയൊക്കെ ബ്ലഡ് വരുന്ന അവസ്ഥ. ഈ കണ്ടീഷനിലൊക്കെ ഈ ആടലോടകത്തിന്റെ കഷായം വെക്കുക, അതിൽ ചന്ദനം കൂടെ മേമ്പൊടിയായിട്ട് ചേർത്ത് കഴിക്കാം, ചന്ദനം അരച്ച് ചേർത്ത് കഴിക്കാം. ഇനിയിപ്പോൾ ആടലോടകത്തിൽ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ചന്ദനം അരച്ച് ചേർത്ത് അങ്ങനെ തേനും കൂടെ ചേർത്ത് അങ്ങനെയും കഴിക്കാം. അതൊക്കെ ഈ രക്തസ്തംഭന പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്, തേനും സ്തംഭന പ്രോപ്പർട്ടി ഉള്ളതാണല്ലോ, അപ്പൊ അതുകൊണ്ട് അത്തരം കണ്ടീഷനൊക്കെ ശമിക്കുന്നതിന് സഹായകരമായി. ഇനി എക്സസീവ് ബ്ലീഡിങ്, സ്ത്രീകൾക്ക് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുക. നോർമലി മാസം വരെ ഒരു 4-5 ദിവസമൊക്കെ ഉണ്ടാവുന്നതാണ്, പക്ഷേ 10, 12, 14 ദിവസം തുടർച്ചയായിട്ട് ബ്ലീഡിങ് നിലനിൽക്കുന്ന അവസ്ഥ. ആ കണ്ടീഷനിലും ഇതുപോലെ ആടലോടകത്തിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര്, ചെറിയ ആടലോടകത്തിലാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കുക, അതിൽ തേനും കൂടെ ചേർത്ത് പതിവായിട്ട് നിത്യേന കഴിക്കണം. ഭക്ഷണത്തിന് മുമ്പ്, കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കഴിച്ചാൽ അമിത രക്തസ്രാവം നിലയ്ക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ഇതിന് ഉപയോഗമുണ്ട്. നമ്മൾ പൊതുവെ ആടലോടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമക്കാണ്, കഫക്കെട്ടിനാണ്, ആസ്മയ്ക്കാണെന്ന് മാത്രം ധരിച്ചിരുന്നത്. ഇതിന് രക്തസ്തംഭന പ്രോപ്പർട്ടിയും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ബ്ലീഡിങ് വായിലൂടെയും മൂക്കിലൂടെ ആയാലും, അർഷസ് അതുപോലെ രക്താർഷസ് ആയാലും, അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായാലും നമുക്ക് താൽക്കാലിക ആശ്വാസത്തിന് ആടലോടകത്തിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് നീരെടുക്കുക, അതിൽ തേനും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തേനോ ശർക്കരയോ ആയാലും വിരോധമില്ല. ഈ ഡിസ്മെനോറിയ, കലശലായിലെ വേദനയും എക്സസീവ് ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലും പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഇത്തരം ഒട്ടനവധി ഗുണങ്ങളുണ്ട്. കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും വേലികളിലും മുഴുവൻ കണ്ടുവന്നിരുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ അത്ര ലഭ്യമല്ലാതായി തുടങ്ങി. പക്ഷേ അത്ര റയർ ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ് ഒന്നുമല്ല, നമുക്ക് നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോഴും ലഭ്യമാണ്, അങ്ങാടി മരുന്ന് കടകളിലും ലഭ്യമാണ്. ഇതിന്റെ വേരും ഇലയും ഉപയോഗിക്കുന്നുണ്ട്. സമൂലമായിട്ടും ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഓക്കെ, വാശാരിഷ്ടവും ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അതൊക്കെ തയ്യാറാക്കാനായിട്ട്. അതുപോലെ ഒട്ടനവധി കഷായങ്ങളിലും ആടലോടകത്തിന്റെ വേരൊക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ചെറിയൊരു വേദനാസംഹാരി സ്വഭാവമുണ്ട്. അതുപോലെ രക്തവാതത്തിനൊക്കെ കൊടുക്കുന്ന കഷായങ്ങളിലും ആടലോടകത്തിന്റെ വേര് ചേർത്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റു ഔഷധങ്ങളിൽ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഒക്കെ ഇവിടെ കാണാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ.